ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് അഗ്രികൾച്ചർ ആൻഡ് ഗ്രീൻ റവല്യൂഷൻ. അത് UG ക്ലാസ്സിലേക്കും PG ക്ലാസ്സിലേക്കും PSC ക്ലാസ്സിലേക്കും എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഒരു 2 മാസത്തോളമായി ഞാൻ ഒരു അസുഖം വന്ന് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഷേപ്പ് മാറ്റമൊക്കെ കാണും. ഞാൻ പഴയ ഞാൻ തന്നെയാണ്. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ അഗ്രികൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാർജസ്റ്റ് എക്കണോമിക് സെക്ടറാണ്. ലാർജസ്റ്റ് സെക്ടർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ, അതായത് ഇന്ത്യയുടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയുടെയും അതിന് നമ്മളൊരു പേര് പറയും, പിന്നെ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയുടെ നട്ടെല്ലെന്നാണ് പറയുന്നത്. ഇന്ത്യൻ എക്കോണമിയുടെ നട്ടെല്ലാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് പ്രൊഡക്ഷൻ സെക്ടറാണ്, അല്ലേ ലാർജസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി സെക്ടറാണ്. പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മോസ്റ്റ് ഓഫ് ദ ഫുഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഫോഡർ ഐറ്റംസ്, കന്നുകാലികൾക്കൊക്കെ കൊടുക്കുന്ന ഫോഡർ ഐറ്റംസ്, അതുപോലെ മോർ ദാൻ 70% ഓഫ് ദ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ അങ്ങനെ അഗ്രികൾച്ചറിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ള മേജർ ഷെയർ ഓഫ് അവർ GDP ദാറ്റ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ഫ്രം അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ നിന്നാണ് നമ്മുടെ GDPയുടെ മേജർ ഷെയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചറും ഇന്ത്യൻ ഇൻഡസ്ട്രിയും തമ്മിൽ വളരെയധികമായിട്ടുള്ള കോറിലേഷനുണ്ട്. അതായത് ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ദാറ്റ് മീൻസ് ഡിമാൻഡ് ഓൺ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനാണ്. അതായത് അഗ്രികൾച്ചറൽ ഡിമാൻഡ് കൂടുന്നതിൻ്റെ അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടും. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ചേരുമ്പോൾ ടോട്ടൽ എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ചുമ്മാ ഓടിച്ചെന്ന് പറയാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ, അഗ്രികൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ എടുത്ത് മെയിൻ ഹെഡിങ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മേജർ ഷെയർ ഓഫ് നാഷണൽ ഇൻകം, നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ മേജർ ഷെയർ തരുന്നത് അഗ്രികൾച്ചറിൽ നിന്നാണ്. അതുപോലെ ലാർജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് പ്രൊഡ്യൂസിങ് സെക്ടറാണ്, പ്രൊവൈഡിങ് സെക്ടറാണ്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് ധാരാളം നേടിത്തരുന്നുണ്ട്. അതുപോലെ എക്കണോമിക് പ്ലാനിങ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ക്യാപിറ്റൽ ഫോർമേഷൻ, ഇതിനെല്ലാം നമ്മൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പിന്നെ പഴയ കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോഴത്തെ നമ്മുടെ ലാൻഡ് റിഫോമിൽ വന്നിട്ടുണ്ട്. ലാൻഡ് കംപ്ലീറ്റ്ലി റിഫോം ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ആണെങ്കിൽ റയട്ട് വാരി 2-3 സിസ്റ്റമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. റയട്ട് വാരി സിസ്റ്റം, മഹൽ വാരി സിസ്റ്റം, സെമിൻദാരി സിസ്റ്റം. റയട്ട് വാരി എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ദ ലാൻഡ്, ഏതെങ്കിലും ഒരു ലാൻഡ് ഓണർ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്ന ഒരു സിസ്റ്റം, അതാണ് റയട്ട് വാരി സിസ്റ്റം. ഇനി മഹൽ വാരി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു സൊസൈറ്റി ആകാം. ഒരു സൊസൈറ്റി ഓൺ ചെയ്യുന്ന ലാൻഡ് ഏരിയ, എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു പങ്ക് അവർ ആ സൊസൈറ്റി ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ് ടാക്സായിട്ട്. അതാണ് മഹൽവാരി സിസ്റ്റം. പിന്നെ വലിയ ഏരിയ ഉണ്ട്, ഒരു വില്ലേജ് ഏരിയ തന്നെ അണ്ടറിൽ വെച്ചിരിക്കുന്ന വലിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരെ നമ്മൾ സെമിൻദാർ എന്ന് പറയും. അങ്ങനെ ആ സെമിൻദാഴ്സ് ഈ വലിയൊരു ഏരിയ കൾട്ടിവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു പങ്ക് പിന്നെ സർക്കാരിന് കൊടുക്കും. അതാണ് പിന്നെ സെമിൻദാരി സിസ്റ്റം. ഇങ്ങനെ 3 സിസ്റ്റമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നു. അതെല്ലാം മാറി. ഇപ്പോൾ ഇതെല്ലാം മാറിയിട്ട് പുതിയ ലാൻഡ് ടെന്യൂർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ് ദ ലാൻഡ്, ആക്ച്വൽ ടില്ലേഴ്സ് ഓഫ് ദ സോയിൽ എന്ന് പറയും. ആരാണ് യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്ഥലത്ത് ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആളിന് ഉടമസ്ഥാവകാശം കൊടുക്കുക, അതാണ് ലാൻഡ് ടെന്യൂർ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഈ പഴയ റയട്ട് വാരി, മഹൽവാരി, സെമിൻദാരി അതെല്ലാം പോയിട്ട് പുതിയൊരു ലാൻഡ് റിഫോം സിസ്റ്റമാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ഒരുപാട് പ്രോഗ്രസ്സും ഉണ്ടായിട്ടുണ്ട്. കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്സ്, അതായത് ചിന്നിച്ചിതറി ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡുകളെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിങ്. അതുപോലെ സീലിംഗ് ഓൺ ഹോൾഡിങ്, ഓരോരുത്തർക്കും ഓരോ ഫാമിലിക്കും എത്രത്തോളം വരെ ഓൺ ചെയ്യാം, വസ്തുക്കൾ ഓൺ ചെയ്യാം, അതിനുള്ള രീതികൾ. പിന്നെ അതുപോലെ ഓപ്പറേറ്റീവായിട്ടുള്ള ഫാമിങ്. പിന്നെ ഇത് കൂടാതെ തന്നെ ഭൂദാൻ മൂവ്മെൻറ്റ്, അതായത് ആചാര്യ വിനോബ ഭാവെ, അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് ഭൂദാൻ മൂവ്മെൻ്റ് എന്ന് പറയുന്ന സിസ്റ്റം. എന്ന് പറഞ്ഞാലൊന്നുമല്ല, പുള്ളി വലിയ ഓണർ ഓഫ് ദ ലാൻഡിനോട് പറയുകയാണ്, നിങ്ങളുടെ ലാൻഡിൻ്റെ ഒരു പങ്ക് ലാൻഡ് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ, കൾട്ടിവേഷനൊക്കെ കൊടുക്കാൻ വേണ്ടി എൻ്റെ ഈ മൂവ്മെൻറ്റിലേക്ക് നിങ്ങൾ ദാനം ചെയ്യണമെന്ന്. അതാണ് ഭൂദാൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ലാൻഡ് ഉള്ളവർ അതിൻ്റെ ഒരു പാർട്ട് ഇങ്ങേർക്ക് കൊടുക്കുക. അത് പക്ഷേ വിജയിച്ചു ഒന്നുമില്ല, പോയി. പിന്നെ അതൊന്ന് ഓർത്തിരുന്നോണം. അപ്പം ഇങ്ങനെ നമ്മൾ പുതിയ ലാൻഡ് റിഫോം വന്നു കഴിഞ്ഞപ്പോഴത്തേന് അഗ്രികൾച്ചറിൽ വലിയ റവല്യൂഷൻ ഉണ്ടായി. അതാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രീൻ റവല്യൂഷൻ, അതായത് ആദ്യകാലത്ത് ഗ്രീൻ റവല്യൂഷൻ എന്നല്ലായിരുന്നു എൻ്റെ പേര്, വേറെ 2 പേരായിരുന്നു, IADP, IAAP. IADP എന്ന് പറഞ്ഞാൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം.
നേരെ ഇൻറ്റൻസീവ് ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതാണ് IADP. ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഏരിയാസ് പ്രോഗ്രാം, അതാണ് IAAP. അതാണ് പിന്നീട് ഗ്രീൻ റവല്യൂഷനായിട്ട് മാറിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ബംഗാളിൽ വലിയൊരു ഫാമിൻ ഉണ്ടായിരുന്നു, വലിയൊരു ക്ഷാമമൊക്കെ ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങൾ, ഫുഡ് ഐറ്റം ഒന്നും ഇല്ലാതെ വലിയൊരു ക്ഷാമം ഉണ്ടായൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയ ഗവൺമെൻറ് നമുക്കൊരു ഫുഡ് സെക്യൂരിറ്റി വേണം, ഫുഡ് സെക്യൂരിറ്റി എല്ലാവർക്കും ഏത് സമയത്ത് എപ്പോഴും ഫുഡ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി കൊണ്ടുവന്ന ഒരു മോഡേൺ ടെക്നോളജി ഉൾപ്പെടുന്ന ഒരു പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ന്യൂ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ആ ന്യൂ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതാണ് മെയിനായിട്ട്, അതായത് ഫുഡ് സെക്യൂരിറ്റി. ഇത് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇത് കൊണ്ടുവന്നത്, അയാളുടെ പേരോട് ഒന്ന് ഓർത്തോണം, നോർമൻ ബോർലോഗ് എന്ന് പറയും, BORLAUG, നോർമൻ ബോർലോഗ്. അയാളാണ് ഈ ഗ്രീൻ റവല്യൂഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇനി ഇന്ത്യയിൽ ഈ ഗ്രീൻ റവല്യൂഷൻ, അപ്പോൾ അയാളെ ഫാദർ എന്ന് പറയാം. അതായത് ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ്. നേരെ മറിച്ച് ഫാദർ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ റവല്യൂഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സ്വാമിനാഥൻ. ഓർത്തിരുന്നോണം, ഇന്ത്യയിലെ അഗ്രികൾച്ചർ റവല്യൂഷൻ്റെ അല്ലെ ഗ്രീൻ റവല്യൂഷൻ്റെ നായകൻ അല്ലെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, ഡോക്ടർ സ്വാമിനാഥൻ. പിന്നെ ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പഞ്ചാബ്, അതുപോലെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇവിടെയൊക്കെയാണ് ആദ്യമായിട്ട് ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. ഇത് 2 ഫേസായിട്ടുണ്ട്, 2 ഘട്ടങ്ങളായിട്ടായിരുന്നു. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1967-68 മുതൽ 77-78 വരെ, 1967-68 മുതൽ 77-78 കാലഘട്ടത്തിലായിരുന്നു ഫസ്റ്റ് ഫേസ്, ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്, അല്ലെ ഫസ്റ്റ് ഗ്രീൻ റവല്യൂഷൻ. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡബിൾ ക്രോപ്പിംഗ്, ഒരു വർഷം തന്നെ ഒന്നിലേറെ ക്രോപ്പിംഗ്, അതുപോലെ ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ്, അതായത് HYVP എന്ന് പറയുന്ന പുതിയ സീഡുകൾ കണ്ടെത്തി ഉപയോഗിക്കാൻ തുടങ്ങി, പുതിയ ഇറിഗേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ യൂസിങ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്, കളനാശിനികൾ, കീടനാശിനികളൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്ത് കൂടുതൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സംവിധാനം കൊണ്ടുവന്നു, ഫെർട്ടിലൈസേഴ്സ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഇൻ അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, അതുപോലെ പ്രൈസ് ഇൻസെൻറ്റീവ്സ്, ഒരു മിനിമം പ്രൈസ് കർഷകർക്ക് അവരുടെ കൃഷിക്ക് ആനുപാതികമായിട്ടുള്ള അല്ലെ ഉൽപ്പന്നങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ളൊരു മിനിമം പ്രൈസ്, പിന്നെ ബെറ്റർ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ, ഇതൊക്കെ ഈ ഫസ്റ്റ് ഫേസിൻ്റെ പ്രത്യേകതയാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 70s to 80s ആണ്, 70 മുതൽ 80 വരെയുള്ള ആ കാലഘട്ടമാണ്, 970 മുതൽ 80 വരെയുള്ള കാലഘട്ടം. അതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, സെക്കൻഡ് റവല്യൂഷൻ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ഫോർ ദ പുവർ, അതായത് പുവർ പീപ്പിളിന് യാതൊരു കാരണവശാലും ഭക്ഷ്യസംബന്ധമായിട്ടുള്ള യാതൊരു സ്കേഴ്സിറ്റി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു ദീർഘകാലഘട്ടത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഫുഡ് സെക്യൂരിറ്റി, പിന്നെ അതുപോലെ തന്നെ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഒഴിവാക്കുക, പിന്നെ റേസിംഗ് എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെയായിരുന്നു സെക്കൻഡ് ഫേസിൻ്റെ ഉദ്ദേശം. പിന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് ഫൈനാൻഷ്യൽ സോഴ്സ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ ഒരു ഫൈനാൻഷ്യൽ സോഴ്സാണ്, ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, പിന്നെ RRBS റീജിയണൽ റൂറൽ ബാങ്ക്, അതുപോലെ മൈക്രോ ഫൈനാൻസ്, ഇവരെല്ലാം ഈ അഗ്രികൾച്ചറിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫൈനാൻസിങ് സിസ്റ്റമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഇതിൻ്റെ അതിൽ, അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റിന് അഗ്രികൾച്ചർ റൂറൽ ക്രെഡിറ്റ് ഉൾപ്പെടെ, അതായത് ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന അപ്പെക്സ് സ്ഥാപനം, ഏറ്റവും ഉയർന്ന ഏറ്റവും പന്തിയിൽ നിൽക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് നബാർഡാണ്. ഓർത്തിരുന്നോണം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ക്രെഡിറ്റ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ നബാർഡ് എന്ന് പറയും. അത് 1982, ഞാൻ പല ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, 1982 ജൂലൈയിലാണ് അത് സ്റ്റാർട്ടായത്. ജൂലൈ 1982 സ്ഥാപിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് 2 സീസണാണ് നമുക്ക് അഗ്രികൾച്ചറിനുള്ളത്. ഒന്ന് ഫസ്റ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് ഖാരിഫാണ്, ഖാരിഫ്. രണ്ടാമത്തത് റാബി. ഇങ്ങനെ 2ആണ്. ഖാരിഫ് എന്ന് പറയുന്നത് അതൊരു മൺസൂൺ ക്രോപ്പാണ്. അതെന്ന് പറഞ്ഞാൽ റെയിനി സീസണാണ്, ജൂൺ ജൂലൈ മാസത്തിലാണ്. അതിൻ്റെ അതിൽ വരുന്ന റൈസ്, മെയ്സ്, അതായത് ചോളം, കോട്ടൺ, ഇതൊക്കെയാണ് അതിൻ്റെ അകത്തിലെ പ്രൊഡക്ഷൻ. പിന്നെ അത് വെസ്റ്റ് ബംഗാൾ, അത് ഇങ്ങോട്ട് വരുന്നിടത്ത് ഞാൻ പറയുന്നുണ്ട്, അത് കൂടുതലും ഉണ്ടാകുന്നത് വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, UP ഈ ഖാരിഫ് വിളകൾ. ഇനി റാബി വിളയുണ്ട്, RABI റാബി വിള. അത് വിൻ്റർ ക്രോപ്സ് ആണ്. അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അതിൻ്റെ സീസൺ എന്ന് പറയുന്നത്. അതിൽ വീറ്റ്,
ഗോതമ്പ്, അതുപോലെ മസ്റ്റാർഡ്, കടുക് അതുപോലുള്ള ധാന്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തിൽ വരുന്നത്. പിന്നെ ഇന്ത്യയിലെ മെയിൻ ക്രോപ്സുകൾ ഏതൊക്കെയാണ്? 4-5 സൈസിലുള്ള ക്രോപ്പുകൾ നമുക്കുണ്ട്. ഒന്ന് മേജർ ക്രോപ്പ് എന്ന് പറയുന്നത് ഫുഡ് ക്രോപ്പാണ്. ഈ ഫുഡ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തിൽ അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയും. റൈസ്, വീറ്റ്, മെയ്സ്, മിലറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ ധാന്യങ്ങളായി തിന, റാഗി പോലുള്ള ചെറിയ ധാന്യങ്ങളാണ് മിലറ്റ്സ് എന്ന് പറയും. പിന്നെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാമാണ് ഫുഡ് ഗ്രെയിൻ അല്ലെങ്കിൽ ഫുഡ് ക്രോപ്പ്. ഇനി ക്യാഷ് ക്രോപ്പ് ഉണ്ട്. ക്യാഷിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷുഗർ കെയിൻ, കരിമ്പ്, അതുപോലെ കോട്ടണ്, ഓയിൽ സീഡ്സ്, ജൂട്ട്, ചണം, ഇതൊക്കെ. പിന്നെ പ്ലാന്റേഷൻ ക്രോപ്സ് ഉണ്ട്. അതിൻ്റെ അകത്തിലാണ് ടീ, കോഫി, റബ്ബർ ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ്. നമ്മുടെ നാടൻ ഭാഷയിൽ എന്തുവാ തോട്ടവിളകൾ എന്നൊക്കെ പറയും. അതിൻ്റെ അകത്ത് ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ പൂക്കളും ഒക്കെ അതിൻ്റെ അകത്ത് വരാം. അതൊക്കെ ഏറ്റവും കൂടുതൽ ലാർജ് സ്കെയിലിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടാണ് ഇന്ത്യ. അത് ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ ഇതൊന്നും കൂടാതെ വേറൊരെണ്ണമുണ്ട്, സെയ്ദ് ക്രോപ്സ് എന്ന് പറയും. ZAID, സെയ്ദ് ക്രോപ്സ്. അത് റയർ പാർട്ട് ഓഫ് ദ വേൾഡ് ഏരിയയിൽ മാത്രമേ കാണത്തുള്ളൂ. എല്ലായിടത്തും ഒന്നുമില്ല. ഇപ്പോൾ തണ്ണിമത്തൻ, വാട്ടർമെലൻ അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തിലുള്ളത്. പിന്നെ റൈസ് പ്രൊഡക്ഷൻ്റെ അകത്തിൽ മുന്നേ നിൽക്കുന്ന സ്റ്റേറ്റുകൾ വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ. അതിൽ തന്നെ പിന്നെ ചൈന കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ റൈസിൽ ഇന്ത്യയാണ്. അതുപോലെ വീറ്റ്, അത് UP, MP, അതുപോലെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, അതും ചൈന കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇന്ത്യയാണ്. പിന്നെ മെയ്സ്, ചോളം, അത് കർണാടക, അതുപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന, ഇതൊക്കെയാണ്. അത് 6th പൊസിഷനാണ് നമുക്കുള്ളത്. പിന്നെ ജൂട്ടിൻ്റെ അതിൽ വെസ്റ്റ് ബംഗാൾ, ബീഹാർ ഒക്കെയാണ്. ഇനി നമുക്ക് ഒരുപാട് തരത്തിൽ ഈ ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി റവല്യൂഷൻസ് ഉണ്ട്. അതിൻ്റെ പേരൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡോക്ടർ സ്വാമിനാഥൻ. അത് റൈസ്, വീറ്റ്, അതുപോലെ തന്നെ HYV സീഡ്സ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ കൃഷി കൃഷിയെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ഗ്രീൻ റവല്യൂഷൻ. പിന്നെ വൈറ്റ് റവല്യൂഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷൻ. അത് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ആൾ. പിന്നെ യെല്ലോ റവല്യൂഷൻ, അത് സാം പിത്രോദ, അത് എഡിബിൾ ഓയിൽ, നമ്മുടെ പക്ഷി എണ്ണകൾ, അതിൻ്റെ അകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ. പിന്നെ ബ്ലൂ റവല്യൂഷൻ ഉണ്ട്, അതായത് ഫിഷ് പ്രൊഡക്ഷൻ. പിന്നെ ഗോൾഡൻ റവല്യൂഷൻ ഉണ്ട്, സുവർണ്ണ വിപ്ലവം, അതാ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹണി, ഇതൊക്കെ തേനുകൾ. പിന്നെ എവർഗ്രീൻ റവല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ ഒരു സസ്റ്റൈനബിൾ, ഒരു ലോങ് ടേം ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള റവല്യൂഷൻ. പിന്നെ റെയിൻബോ റവല്യൂഷൻ, അതായത് ഓൾ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഫോർ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അതായത് അഗ്രികൾച്ചറിലെ എല്ലാ മേഖലകളും ഓവറോൾ ഡെവലപ്മെൻറ്റിനും എല്ലാ മേഖലകളും ഒരേപോലെ റവല്യൂഷനലൈസ് ചെയ്യുകയാണ്. പിന്നെ സിൽവർ റവല്യൂഷൻ ഉണ്ട്, എഗ്ഗ്, പോൾട്രി, അതായത് കോഴി വളർത്തൽ, കോഴിമുട്ട, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടുക. പിന്നെ ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ ഉണ്ട്, അത് ജൂട്ടിൻ്റെ പ്രൊഡക്ഷൻ. പിന്നെ ഗ്രേ റവല്യൂഷൻ ഉണ്ട്, അത് ഫെർട്ടിലൈസറാണ്, വളം. പിന്നെ പിങ്ക് റവല്യൂഷൻ ഉണ്ട്, മീറ്റ് ആൻഡ് പോൾട്രി, അതായത് ഇറച്ചി, അതുപോലെ തന്നെ പോൾട്രി, കോഴി, അതുപോലുള്ള ചിക്കൻ, അതുപോലുള്ള കാര്യങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടുക. പിന്നെ ബ്ലാക്ക് റവല്യൂഷൻ ഉണ്ട്, പെട്രോളിയം പ്രോഡക്റ്റ് കൂട്ടുക. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വലിയ പല മേഖലകളിലുള്ള റവല്യൂഷൻസൊക്കെ ഈ ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഇത്രയും ഉണ്ടെങ്കിലും മോർ ദാൻ 70% ഓഫ് ദ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇപ്പോഴും ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ. ഡിസ്ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ 10 പേര് ജോലി ചെയ്യുന്നിടത്ത് 100 പേര് ചെയ്യുക. 10 പേർക്കുള്ള ആവശ്യമേ ഉള്ളൂ, പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ 100 പേര് ചെയ്യുക. അങ്ങനെയുള്ള പ്രച്ഛന്നമായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻ്റാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിൻ്റെ അതിൽ ഒരു പോയിൻ്റ് കൂടെ PSCക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പോയിൻ്റ് കൂടെ ഓർത്തിരുന്നണം, മിനറൽസ് എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ മിനറൽസ് നമുക്കുണ്ട്. സ്റ്റീല്, അലൂമിനിയം, അതുപോലെ അയൺ ഓർ, ഇരുമ്പ്, അതുപോലെ ക്രോമൈറ്റ്, ഇതൊക്കെ ഉണ്ട്. അത് ഝാർഖണ്ഡ്, അതുപോലെ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോളെന്ന് പറഞ്ഞാൽ കൽക്കരിയെ, അയൺ ഓർ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഝാർഖണ്ഡാണ്. പിന്നെ ഒഡീഷയുണ്ട്, അവിടെ അയൺ ഓർ, മാംഗനീസ്, ബോക്സൈറ്റ്. അതിൽ തന്നെ മാംഗനീസും ബോക്സൈറ്റ് ലോകത്തിൽ തന്നെ നമ്പർ 1 എക്സ്പോർട്ടേഴ്സ് അല്ലെ പ്രൊഡ്യൂസേഴ്സ് നമ്മളാണ്. പിന്നെ രാജസ്ഥാൻ വരുമ്പോൾ അവിടെയാണ് മൈക്ക, കോപ്പർ, സിങ്ക്, ലെഡ്, മാർബിള്, ഗ്രാനൈറ്റ് ഒക്കെ.
പിന്നെ ഛത്തീസ്ഗഡ് അവിടെയാണെങ്കിൽ ലൈംസ്റ്റോണ്, കോള്, അതുപോലെ തന്നെ ലൈംസ്റ്റോണ്, കോള്, അയൺ ഓറൊക്കെ അവിടെയുമുണ്ട്. പിന്നെ ഗുജറാത്തിൽ പെട്രോളിയം, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, ബോക്സൈറ്റ്, സോൾട്ട്, ഇതൊക്കെ ഗുജറാത്തിൻ്റെ കയറ്റുമതി സാധനം അല്ലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ സാധനങ്ങളൊക്കെയാണ്. തമിഴ്നാട്ടിലോട്ട് വരുമ്പോഴത്തേനും ലിഗ്നൈറ്റ്, ഗ്രാനൈറ്റ്, ലൈംസ്റ്റോൺ, ഇതെല്ലാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഇത് UGക്കും PGക്കും അതുപോലെ തന്നെ PSCക്കും എല്ലാം കൊള്ളാം.